ആ സൈലൻസാണ് ബിഫോർ ദ ബിഗിനിങ് എന്ന് പിന്നെ മൈൻഡ് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് മൈൻഡ് പറയും ബിഫോർ ദ ബിഗിനിങ് ദർ വാസ് സൈലൻസ് എന്ന് പറയും. ഊഹാണ്. അപ്പം അങ്ങനെ ആ സൈലൻസിലോട്ട് ഇറങ്ങി അങ്ങിരിക്കുക. അതല്ലേ ഏറ്റവും വലിയ പ്രയാസം. നമ്മൾ ഒരു രീതിയിൽ അത് പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അത് കൊച്ചു കാര്യമാണെന്ന് തോന്നിക്കത്തുമില്ല. കാരണം വെച്ചാൽ അതേ ഉള്ളൂ. അപ്പം അതങ്ങനെ കൊച്ചു കാര്യമാകും. അതൊരു വലിയ കാര്യമാണ്. ഈ വലിയ സമാധാനമായിട്ടിരിക്കുന്ന മൈൻഡിനകത്ത് ഒരു കാര്യം ഉണ്ടായാൽ അത് കൊച്ചു കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്. കാരണം അതേ ഉള്ളൂ. അപ്പോഴത്തെ ലോകമാണ്. അതുകൊണ്ട് അതൊരു കൊച്ചു കാര്യമായിട്ട് വരത്തില്ല, അതൊരു വലിയ കാര്യമായി മാറും. അത് ആക്റ്റീവായിട്ട് അങ്ങനെ നിൽക്കും. ഇത് ഡ്രോപ്പ് ചെയ്യാനാണ് പറ്റാത്തത്. ഇത് ഡ്രോപ്പ് ചെയ്യാൻ പറ്റിയ പരിപാടി സമാധാനമായി. അതുകൊണ്ടാണ് പതഞ്ജലി മഹർഷി പറഞ്ഞത് ചിത്തവൃത്തി നിരോധം യോഗം. യോഗം എന്ന് വെച്ചാൽ സമാധാനം എന്നർത്ഥം. യൂണിയൻ വിത്ത് ദി സൈലൻസ്, ദ ഇന്നർ വിറ്റ്നസ്. അപ്പോൾ അത് അത്ര എളുപ്പമാവില്ല. അത് കാരണം എന്ന് വെച്ചാൽ മൈൻഡിനെ ഉണ്ടാക്കിയിരിക്കുന്നത് കുറേ, അത് ഫങ്ഷണൽ ഒരു സിസ്റ്റമാണ്. ആ ഫങ്ഷൻ സിസ്റ്റം അത് ഫങ്ഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എപ്പോഴാണോ നമ്മളതിനെ നോക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ് അത് സർവൈലൻസിലാകുമ്പോൾ അതിന് വലുതായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തുറന്നങ്ങോട്ട് ചെയ്യാൻ പറ്റാതെ പിടി വീണ പോലായിട്ട് ഇത് ചുമ്മാ കുറച്ച് നേരം മിണ്ടാതിരിക്കും. അപ്പോൾ ആ മിണ്ടാതിരിക്കുന്ന സമയത്ത് നമുക്കത് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അപ്പോൾ നമുക്കൊരു റിലീഫ് ഉണ്ടാകും. കാരണം അവിടെ ഒന്നുമില്ല. അതുവരെ ഉണ്ടായിരുന്ന സർവ്വ പ്രശ്നങ്ങളും അവിടെ ഇല്ല. ഒന്നുമില്ല. സമാധാനമായിട്ടിരിക്കും. ഈ സമാധാനം ആണ് നമുക്ക് എല്ലാവർക്കും ആവശ്യം. ഈ സമാധാനം ഇല്ലാതെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയല്ല. ഏതെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ കയറി നമ്മൾ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് നമ്മൾ അതിൽ കയറി പിടിച്ചിട്ട് അതിൻ്റെ കൂടെ നിൽക്കും. അതിൻ്റെ കൂടെ നിൽക്കുന്നത് തെറ്റൊന്നുമില്ല. ജീവിക്കാൻ അത് തന്നെയാണ് മാർഗം. പക്ഷേ അതങ്ങ് ടേക്ക് ഓവർ ചെയ്യും നമ്മളെ എല്ലാത്തിനെയും അതങ്ങോട്ട് ഗ്രസിക്കാൻ തുടങ്ങും. അങ്ങനെ ഗ്രസിച്ചിട്ട് പിന്നെ സമാധാനമേ ഉണ്ടാവില്ല. കാരണം നമുക്ക് ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ഞാൻ നോക്കാൻ പറഞ്ഞ തോട്ടിൻ്റെ ഗ്യാപ്പ് കുറഞ്ഞു വരും. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് തോട്ട്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. 10,000 ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ മൈൻഡിന് റെസ്റ്റ്ഫുൾ ആകാനേ പറ്റത്തില്ല. റെസ്റ്റ് കിട്ടിയിട്ടാണ് നമ്മൾ റിജുവനേറ്റഡ് ആകുന്നത്. അങ്ങനെയാണ് ഉറങ്ങുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള റെസ്റ്റ് കിട്ടുകയും അതിൽ നിന്ന് റിജുവനേറ്റഡായി രാവിലെ കണ്ണു തുറക്കുകയും ചെയ്യും. കണ്ണു തുറന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഈ പരിപാടി തുടങ്ങും. എല്ലാവർക്കും അങ്ങനെ നിരന്തരമായി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ചിലപ്പോൾ കുറേ കാലം കഴിയുമ്പോഴത്തേക്കും ഈ 8 മണിക്കൂർ സ്ലീപ്പിലൊന്നും നിൽക്കത്തില്ല. 8 മണിക്കൂർ നമ്മൾ ഉറങ്ങിയത് കൊണ്ട് നമുക്ക് സമാധാനം കിട്ടും പോരാ. കാരണം ബോഡിയുടെ ക്ഷീണം മാറത്തില്ല, ഫാറ്റിഗൊന്നും മാറി കിട്ടത്തില്ല 8 മണിക്കൂറൊക്കെ ഉറങ്ങി. അത് മാത്രമല്ല, ഈ 8 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാൻ പറ്റാതെ ഉറക്കം ഇങ്ങനെ ഇൻ്ററപ്റ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഉറക്കം ഇൻ്ററപ്റ്റഡായി നിൽക്കുകയാണെങ്കിൽ ആ റെസ്റ്റും കിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാം വിസ്മരിച്ചിരിക്കുമ്പം വരുന്ന ഒരു റിലാക്സേഷൻ ഉണ്ടല്ലോ, അതാണ് ഈ ഉറക്കത്തിൽ നമുക്ക് കിട്ടും. അത് ഇമ്പയർഡായി പോകും. ഉറങ്ങാനും പറ്റത്തില്ല. ഒരു ബുദ്ധിമുട്ടുള്ള സ്ഥലത്തേക്ക് നമുക്കിറങ്ങാം. അപ്പോൾ പിന്നെ മരുന്ന് കഴിച്ചാൽ മതി, എളുപ്പമല്ല അല്ലേ? ഡോക്ടറെ കണ്ട ഡോക്ടർ കുറച്ച് പേരെ വേറെ ഒരു നിവൃത്തില്ല, എല്ലാം കഴിക്കുക. മരുന്നൊക്കെ തരുമ്പോൾ നമ്മൾ ട്രാങ്കുലൈസറൊക്കെ അടിച്ച് സമാനമായിട്ട് കുറച്ച് ദിവസം കിടന്നുറങ്ങാം. ഉറങ്ങി കഴിയുമ്പോൾ വീണ്ടും ശരിയാവും. പക്ഷേ അങ്ങനെ അല്ലാതെ വേറെ വല്ല മാർഗം ഉണ്ടെന്നാണ് ഈ യോഗത്തിൽ നോക്കുന്നത്. അപ്പോൾ യോഗത്തിൽ നോക്കുമ്പോൾ ഇങ്ങനൊരു സ്ഥലം ഒഴിവിരിപ്പുണ്ട് അവിടെ. ഈ ബഹളം ഇല്ലാത്തൊരു സ്ഥലം അവിടെ ഇരിപ്പുണ്ട്. എന്നാൽ അവിടോട്ട് കയറിയിരിക്കാം. വലിയ ജോലിയൊന്നുമില്ല, അങ്ങോട്ടേക്ക് കയറി ഇരുന്നാൽ പോരാ. അപ്പോൾ അങ്ങനെ അവർ ഒഴിവ് കണ്ടുപിടിച്ചപ്പോൾ ഈ 2 ചിന്തകൾക്കിടയിൽ ഒരു ഒഴിവ് കിടപ്പുണ്ട്. വലിയ പ്രശ്നമില്ലാത്തൊരു സ്ഥലം കിടപ്പുണ്ട്. അപ്പോൾ അത് നോക്കിക്കൊണ്ട് അവിടെ അങ്ങ് ഇരുന്നാലോ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നപ്പോൾ ഈ മൈൻഡിന് പ്രവർത്തിക്കാൻ പറ്റാതായിപ്പോയി.
അപ്പം മൈൻഡ് തൽക്കാലത്തേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ടിരിക്കും. അങ്ങനെ മൈൻഡ് ഡ്രോപ്ഡായിരിക്കുന്ന സമയത്ത് സമാധാനമുണ്ട്, നല്ല സമാധാനം. ഈ സമാധാനം നമ്മൾ വെളിയിൽ അന്വേഷിച്ച് നടന്നാൽ കിട്ടത്തുമില്ല, ഒരു രീതിയിലും കിട്ടില്ലേ സാധനം. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ സന്തോഷിച്ചാൽ ഒരു സുഖം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് സന്തോഷങ്ങൾ തേടി ഇങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ സന്തോഷം എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സന്തോഷം ഉണ്ടെങ്കിൽ സുഖമാണ് ജീവിതം. അതുകൊണ്ടാണ് അന്വേഷിക്കുന്നത്. ആൾറെഡി സുഖമുള്ളൊരിടം അവിടെ ഇരിപ്പുണ്ട്. അത് കാണാതെ നമ്മൾ സുഖം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ നടക്കും. അപ്പോൾ ഈ നടത്തയിൽ പലതും വരും. മുമ്പ് സന്തോഷമുള്ള കാര്യങ്ങൾ പലതും വരും. അപ്പോൾ അതിൻ്റെ കൂടെ എല്ലാം നമ്മൾ പോയി കുറേയൊക്കെ അങ്ങനെ കിട്ടുമ്പോൾ ഈ സന്തോഷം മാത്രമായിട്ട് തനിച്ചിരിക്കാൻ പറ്റില്ല. അതാണ് ഈ സന്തോഷത്തിൻ്റെ കുഴപ്പം. സന്തോഷത്തിൻ്റെ പുറകെ കൂടെ വേറെ സാധനം, അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമില്ലായ്മ. ആഗ്രഹിക്കുന്ന സാധനം നമ്മുടെ കയ്യിൽ കിട്ടുകയും കിട്ടിയ സാധനം കയ്യിൽ നിന്ന് പോവുകയും ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമല്ലോ. അതുവരെ എല്ലാവർക്കും വരും. മൈൻഡിൻ്റെ മേക്കപ്പിൽ അങ്ങനെയാണ് കിടക്കുന്നത്. അതെങ്ങനെ അന്വേഷിക്കും? അപ്പം ഇങ്ങനെ കൂടുതൽ ഈ അന്വേഷിച്ചുകൊണ്ട് നടന്നാലും സമാധാനമല്ല. അപ്പോൾ ഒരൊറ്റ മാർഗം എന്ന് പറഞ്ഞാൽ അകത്തോട്ട് നോക്കാം. ഇന്നലെ ടീച്ചർ ചോദിച്ചല്ലേ ഈ അകത്തോട്ടെന്ന് പറഞ്ഞാൽ എവിടെയാണ് നോക്കേണ്ടത്? അതിനുള്ള ചെറിയ പരിപാടി നമ്മുടെ ചിന്തയിലോട്ടങ്ങ് നോക്കിയാൽ ചിന്ത വരുന്ന നമുക്കറിയാം. വരുന്ന ചിന്തയിലേക്ക് അങ്ങ് നോക്കിയാൽ ചിന്ത അവിടെ കാണാം. അതേ ചിന്ത അവിടെ അങ്ങനെ ഇരിക്കുന്നു, അതിങ്ങനെ വളർന്നിരിക്കുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് ചിന്ത പോകുമ്പോൾ അവിടെ ഗ്യാപ്പ് കാണും. നോക്കാത്തവർക്ക് ഈ ഗ്യാപ്പ് കാണത്തില്ല. നോക്കാത്തവർക്ക് ഗ്യാപ്പ് അവിടെ ഉണ്ട്, അവരറിയില്ല. ആ ഗ്യാപ്പ് നമ്മൾ കാണുമെങ്കിൽ ആ ഗ്യാപ്പിൽ അസമാധാനമൊന്നുമില്ല, ഒന്നുമില്ല. പിന്നെ അതെന്ത് സാറേ അങ്ങനെ ഒന്നുമില്ലാത്തൊരു സ്ഥലത്തിരിക്കാൻ വേണ്ടി നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് അല്ലേ എന്നൊരു ചോദ്യമുണ്ട്. ഒന്നും കാര്യമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി അവിടെ പോയിരിക്കും. ജീവിതം ഇവിടെ വേറെ കിടക്കില്ലേ? അങ്ങനെ ചിന്ത നമുക്ക് വരാം. അതൊരു ചിന്തയാണ്. അപ്പം അങ്ങനെ വരുന്ന ചിന്തയെ കൂടെ നമ്മളൊന്ന് നോക്കിയാൽ അതങ്ങ് പോയിട്ട് അവിടെ ഒരു ഗ്യാപ്പ് വരും, അവിടെ ഒരു സൈലൻസ് വരും. ആ സൈലൻസ് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് സമാധാനം വരും. സമാധാനം വരുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ സമാധാനം ഉള്ളവനെ സ്നേഹമുള്ളൂ. അതാണ് പ്രശ്നം. സമാധാനം ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമൊന്നും സ്നേഹമൊന്നും ഒന്നിനോടും തോന്നില്ല. സമാധാനം ഇല്ലാതിരിക്കുമ്പോൾ ഓടി രക്ഷപ്പെടാനില്ലേ തോന്നുക. ഈ പ്രേമത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഓടി രക്ഷപ്പെടുകയല്ല, അതിലൊന്നിക്കുക എന്നതാണ്. അപ്പം അങ്ങനെ അതിനകത്തൊരു ബേസിക് കോൺട്രഡിക്ഷൻ കിടക്കും. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഒന്നിക്കൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിലൂടെയാണ് ഈ പ്രേമം നിലനിൽക്കുന്നത്, സ്നേഹം നിലനിൽക്കുന്നത്. അത് ഓടി രക്ഷപ്പെടലില്ല. അപ്പം അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഡീവിയൻ്റായി മാറിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് അങ്ങനെ ഡീവിയൻ്റായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ തോന്നുന്നത്? സ്നേഹം വേണമെന്ന് തോന്നിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെ അലഞ്ഞുകൊണ്ടേ നടക്കും. സ്നേഹം ഒട്ട് കിട്ടത്തില്ല. ഇതാണ് പ്രശ്നം അല്ലേ? ഇത് വലിയ പ്രശ്നമാണ്. ഈ പ്രശ്നത്തിനകത്ത് നമ്മളിങ്ങനെ അലഞ്ഞുകൊണ്ടേ നടക്കും. കാലം പെട്ടെന്ന് പോകും. താടിയൊക്കെ നരച്ചിരിക്കുന്നത് കണ്ടില്ലേ? ചെറുപ്പമായിരുന്നു ഞാനും. എല്ലാം മാറി, വയസ്സായി. എണ്ണിക്കണമെങ്കിൽ സപ്പോർട്ട് വേണം എന്നുള്ള കണ്ടീഷൻ ഇതിപ്പോൾ വരും. അപ്പോഴും നമ്മൾ ഈ പണി നടത്തിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ഈ നടക്കുന്ന നടത്തത്തിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? അബദ്ധസഞ്ചാരം എന്ന് പറയാം. പോകേണ്ടതല്ലാതെ വേറെ വഴി വെട്ടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അബദ്ധസഞ്ചാരികളായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും.
എന്നിട്ട് എത്തണില്ലല്ലോ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. എത്ര കാലമായി ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, എനിക്ക് റിയലൈസേഷൻ ഇനിയും കിട്ടിയില്ല. എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും കൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നല്ലോണം നമുക്ക് തന്നെ ബോധ്യപ്പെടും, ഞാൻ ചെയ്യേണ്ടതല്ല ചെയ്യുന്നത്, വേറെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ പറയുന്ന സമാധാനം കിട്ടാതിരിക്കുന്നത് എന്ന് മനസ്സിലാവും. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോവാം. അതുകൊണ്ടാണ് ഈ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറുന്നത്. ഇത് നോക്കാത്തടത്തോളം ഈ സമാധാനം ഉണ്ടാകാൻ യാതൊരു മാർഗവുമില്ല. പിന്നെ ഇതിൻ്റെ ചില ആൾട്ടർനേറ്റീവ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരാരാധന നടത്തുക. അപ്പോൾ കുറേ നേരം അത് ഓർക്കില്ലല്ലോ, ദൈവം സംരക്ഷിച്ചോളും എന്നൊരു വിശ്വാസം. ആ വിശ്വാസത്തിൽ പോയിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ നിൽക്കാം. കാര്യം എപ്പോഴും അറിയാൻ പറ്റത്തില്ല. ഏതെങ്കിലും കാര്യത്തിലേക്ക് ആരോപിച്ചിട്ട് അവിടെ നിന്ന് വല്ലതും കിട്ടുമെന്ന് പറഞ്ഞിട്ട് പിന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ടല്ലേ അമ്പലത്തിലൊക്കെ പോയിട്ട് നമ്മൾ, അല്ലെങ്കിൽ പള്ളിയിലോ അമ്പലത്തിലോ ഏതെങ്കിലും സ്ഥലങ്ങളിൽ വർഷിപ്പ് സെൻറ്റേഴ്സിലൊക്കെ പോയിട്ട് നമ്മുടെ കഷ്ടപ്പാടൊക്കെ അവിടെ പറഞ്ഞൊഴിയുന്നു, കുറച്ചൊരു സമാധാനം കിട്ടി. പക്ഷെ നമ്മൾ ആൾ മാറുന്നോ ഇല്ലയോ എന്നത് പ്രധാന വിഷയമാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഹാബിറ്റ് സിസ്റ്റത്തിനകത്തുനിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ട നമ്മുടെ ഒരു പ്രത്യേക സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൽ നിന്ന് പുറത്ത് നമുക്ക് ഇറങ്ങി വരാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? പറ്റുന്നില്ലെങ്കിൽ ആ റട്ടിൽ തന്നെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് ഇതിനകത്തുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ബുദ്ധിമുട്ട് വേറെ ആരെങ്കിലും ഒന്ന് മാറ്റിത്തരുമോ? ആരും മാറ്റിത്തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്യണം. ഇത് നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നോക്കിക്കൊണ്ടിരുന്ന എല്ലാ സമാധാനം. അത് ചെയ്യുന്നവർക്കറിയാം. ആയിരക്കണക്കിന് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഈ വരുന്ന ചിന്തകൾക്കെല്ലാം നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ജസ്റ്റിഫിക്കേഷനും കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെ, അല്ലെങ്കിൽ അതിനുള്ള ഉപാധികൾ, പോംവഴികൾ എല്ലാം കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അതിൽ നിന്ന് കുറേ മാത്രം ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നേരമെങ്കിലും, ഒരല്പസമയം, ഒരു 10 മിനിറ്റ് നമ്മളിത് നോക്കണം. 10 മിനിറ്റ് നമ്മൾ അകത്തോട്ട് പോകണം. അകത്തോട്ടെന്ന് പറഞ്ഞാൽ ഈ ചിന്തയിലോട്ട് പോകണം. ചിന്ത വരുമ്പോൾ അത് കാണും. അത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ ചിന്തയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അത് നിങ്ങളൊന്ന് നോക്കിയാൽ അറിയും. നമ്മൾ നോക്കിയാൽ പതുക്കെ അങ്ങ് പരിപാടി മതിയാക്കിയിട്ട് ഒളിച്ചിരിക്കുന്ന ആളാണ് ഈ മൈൻഡ്. നോക്കിയില്ലെങ്കിൽ രാജാവുമാണ് ഇയാൾ. അതുകൊണ്ടാണ് നമ്മൾ നോക്കേണ്ടത് പരമപ്രധാനമായ ഒരു കാര്യമായി മാറുന്നത്. നിങ്ങൾ എപ്പോൾ നോക്കാൻ തുടങ്ങുമോ അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗ്യാപ്പ് വൈഡൻ ചെയ്യാൻ തുടങ്ങും. ചിന്തകൾക്ക് വന്ന് നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് മതിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. ആ അവസ്ഥ നമുക്ക് ആവശ്യമാണ്. കാരണം റീജുവനേറ്റ് ചെയ്യാൻ അവിടെ ഉള്ളൂരിടം. അപ്പോൾ അവിടെ അങ്ങനെ റീജുവനേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റിമുലൻ്റായിട്ട് സ്നേഹമൊക്കെ നമുക്ക് തോന്നിക്കും. ഏതുമായിട്ട് ഒന്നിക്കാൻ ഉള്ള ഒരു അവസരം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു 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 പ്രത്യേക ഫീലിങ്ങിനെയാണ് പ്രേമം എന്ന് പറയുന്നത്. അതിങ്ങനെ ബബിൾ ചെയ്യാൻ തുടങ്ങും. അതൊരു പ്രത്യേക ഒരു ട്രാൻസ് ഉണ്ടാകും. അത് പ്രത്യേക ഒരു കാര്യത്തിലല്ല, പൊതുവേ നമ്മുടെ ക്വാളിറ്റിയിൽ അതുണ്ടായി വരും. നമ്മുടെ ക്വാളിറ്റിയിൽ അതുണ്ടായി വരുന്നതിനെയാണ് നമ്മൾ ഒരു വലിയ കാര്യമായി കണക്കാക്കുന്നത്. അത് നമ്മുടെ ക്വാളിറ്റിയിൽ ഇല്ലെങ്കിൽ അതിൻ്റെ മറിച്ച സൈഡ് എന്താണെന്ന് വെച്ചാൽ അത് സിമ്പിളാണ്. അത് നമ്മൾ വളരെ ഇഗോയിസ്റ്റിക്കായിട്ട് അങ്ങ് നിൽക്കും. എനിക്കറിയാമല്ലോ, എല്ലാം എനിക്കറിയാമെന്ന് തോന്നിച്ചുകൊണ്ടേയിരിക്കും. ഞാനൊരു വലിയ ആളാണെന്ന് തോന്നിച്ചുകൊണ്ടേയിരിക്കും. ആണല്ലോ, പിന്നെന്ത് ചെയ്യാൻ പറ്റും? ഞാനൊരു വലിയ ആളാണെന്ന് തോന്നിച്ചുകൊണ്ടിരിക്കും. ഞാൻ ആരുമേ അല്ല എന്നുള്ളത് തിരിച്ചറിയണമല്ലോ. എൻ്റെ സൃഷ്ടിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ ആഹാരത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതും ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്കൊരു നെന്മണി ഉണ്ടാക്കാൻ പറ്റുമോ? അതും പറ്റത്തില്ല. എനിക്ക് ഇവിടെ വെള്ളം ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റത്തില്ല.
എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഒന്നും പറ്റത്തില്ല. ഇവിടെ കിടക്കുന്ന സാധനങ്ങളെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനെ ഈ കിടക്കുന്ന സാധനങ്ങളെ എല്ലാം എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പറയണം നമ്മളാണ് ഇതിൻ്റെ ഓണർ. കണ്ടില്ലേ ലോകം സൃഷ്ടിക്കുന്നത്? അങ്ങനെ തോന്നിക്കും, ഡെഫിനറ്റായിട്ട് തോന്നിക്കും. അങ്ങനെ മാറിയ ഒരു ലോകം നമ്മൾ സൃഷ്ടിക്കും. ഈ മാറിയ ലോകത്തിനകത്ത് നമ്മൾ ശീലിച്ചു പോയത് കൊണ്ട് ആ ലോകം നമുക്ക് വിടാനും പറ്റത്തില്ല. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു കോംപ്ലക്സ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഇങ്ങനെ സഫർ ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ നിന്ന് എപ്പോഴെങ്കിലും വെളിയിലിറങ്ങി വരണോ വേണ്ടയോ എന്നത് നമുക്ക് നോക്കണം. അതാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം. ഇതിൽ നിന്ന് കുറച്ചു നേരം ഒന്ന് ഇറങ്ങി എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാൻ പറ്റുമോ എന്ന് നോക്കിയേ പറ്റൂ. മാർഗമില്ലാത്തതുകൊണ്ടാണ് ഈ ഓണർഷിപ്പ്. ഞാൻ ഒരാളാണെന്നൊക്കെ തോന്നിക്കുന്ന കാര്യങ്ങളുണ്ട്. എൻ്റെ അടുത്താണ് പറയുന്നതൊക്കെ പറയരുത്. എൻ്റെ അടുത്താണ് പറയുന്നത്. കൊള്ളാലോ, ഞാൻ നല്ല കാര്യം. ഞാൻ എവിടെയൊക്കെ ഇംഗ്ലണ്ടിൽ, സ്വീഡനിൽ അവിടെയൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ. ഇപ്പോൾ എൻ്റെ അടുത്താണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ തോന്നി, അതൊക്കെ കയ്യിരിക്കട്ടെ. ഇങ്ങനെയൊക്കെ തോന്നിച്ചോണ്ട്, ഇങ്ങനെയൊക്കെ തോന്നിച്ച് നമ്മൾ വലിയ ആളാണോ എന്ന് വിചാരിക്കുകയാണ്. ഒരു നല്ല പനി വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളാണ്. ഉടനെ പോയി കണ്ണൊക്കെ തള്ളി എല്ലാവരും കൂടെ തൂക്കിയെടുത്ത് എവിടെയെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയി പിന്നെ ഡോക്ടർമാരും എല്ലാം ചെയ്ത് രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു. ആ പനി അങ്ങോട്ട് മാറുമ്പോൾ പിന്നെ അങ്ങോട്ട് എണ്ണീക്കുക. ഇപ്പം കാണിച്ചു തരാൻ പറഞ്ഞിരിക്കുകയാണ്. ആലോചിച്ച് നോക്കിയാൽ ശരിക്കും വട്ടാണെന്തോ, ഒരുതരം മാഡ്നസ്. ഇതാണ് ഈ മായയ്ക്കകത്ത് പൊട്ടിട്ട് മനുഷ്യൻ നിന്നിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പുതിയ ലോകം. ഈ ലോകത്തിലാണോ നമ്മൾ നിൽക്കുന്നത് എന്ന് ഒന്ന് നമ്മൾ തിരിഞ്ഞ് നോക്കേണ്ടിയുണ്ട്. ഈ ലോകത്തിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സുഖമുണ്ടെങ്കിൽ. പക്ഷെ മറ്റതും കൂടെ വരും, അതാ പ്രശ്നം. സുഖത്തിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടല്ലോ, അസുഖം, ദുഃഖം വരും. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് നോക്കിയേ പറ്റൂ. അത് നോക്കാൻ വേണ്ടിയാണ് വാസ്തവം പറഞ്ഞാൽ നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ആ കോൺടാക്സിൽ ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട്, ഇത് ക്യൂരിയോസിറ്റി ഉണ്ടാണ്. നിങ്ങൾ ആരെങ്കിലും നോക്കണമുണ്ടോ? നമ്മളിവിടെ കൂടാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഇത് അതെങ്ങനെയെന്നറിയാം. ഞാൻ ഇപ്പം ഇതെടുക്കാൻ പോവാണെന്ന്. ഇപ്പം ഞാൻ ഇതെടുക്കും, ഞാൻ എടുക്കുന്നു. ഇതിപ്പോൾ ഞാൻ എടുക്കും. ഇത് കയ്യിൽ വരത്തില്ല, ഇത് എടുക്കണം എന്നൊക്കെ. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഇപ്പം ഞാൻ എടുക്കുന്ന പറഞ്ഞാൽ നിൽക്കുകയാണ് രാവിലെ പറഞ്ഞു. എടുക്കുന്ന പ്രശ്നമില്ല, ഞാൻ ഇപ്പം എടുക്കുമെന്നാണ് പറഞ്ഞത്. ആരെയോ ഭീഷണിപ്പെടുത്തും പോലെ. അപ്പം അതൊരു പ്രധാനപ്പെട്ട റിമൈൻഡ് ചെയ്യേണ്ടിയുണ്ട്. നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റിമൈൻഡർ. നമുക്കിത് ഉദ്ദേശം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്നും പോകണ്ട. നമുക്ക് ഈ സമാധാനം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണെന്ന്, സ്നേഹം ഒരു വലിയ കാര്യമാണെന്ന് നമുക്ക് ഉള്ളിൽ അറിയാമെങ്കിൽ അതാണ് നമ്മുടെ പരമപ്രധാനമായ കാര്യം. അതറിയും പിള്ളേരിപ്പോൾ നമ്മളെ വിട്ടിട്ട് അങ്ങ് പോയിട്ട് അവിടെ പോയി നിന്നിട്ടൊന്ന് വിളിക്കാതിരിക്കുമ്പോൾ മനസ്സിലായിക്കോളും സ്നേഹം ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അതിന് അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരടുത്ത് പക തോന്നിക്കുക. എന്നാലും വിളിച്ചില്ലല്ലോ, ഇപ്പോൾ പോയിട്ട് 6 മാസമായില്ലേ, ഒരു പ്രാവശ്യം ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ വലിയ ഖുഷിയാണ്. വലിയ 1 മാസമായിട്ടൊന്ന് വിളിക്കാൻ പറ്റില്ല എന്നേ. അപ്പോൾ ഈ പാസ്റ്റ് മൊത്തത്തിൽ ഇങ്ങോട്ട് വരും. ഇല്ല, പണ്ട് അവിടെ പറഞ്ഞു കേട്ടില്ലെങ്കിൽ ഇടുപ്പിലൊക്കെ കൈയൊക്കെ കൊടുത്ത് വലിയ വയറൊക്കെ ആയിട്ട്
അങ്ങനെ ആ കാലം മുതൽ ഇങ്ങോട്ട് മനസ്സിൽ ഓർമ്മ വരും. ആണുങ്ങൾക്കാണെങ്കിൽ പിന്നെ ഓട്ടം വയ്ക്കും. ആ കാലം മുതലെല്ലാം ഇങ്ങോട്ട് ഓടി വരിക മനസ്സിലോട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പതുക്കെ പതുക്കെ എല്ലാം ഇങ്ങനെ കോംപ്ലക്സ് ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ഒഴിവുണ്ട്. അതെന്താണെന്നറിയാം. എന്നാലും ഭഗവാൻ എന്നെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നല്ലോ. ഭഗവാൻ എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നു. ഇത് എത്ര കാലമായി, നിനക്ക് കണ്ണുമില്ലേ? ഭഗവാനോട് ചോദിക്കും, കണ്ണില്ലേ നിനക്ക്? എങ്ങനെയാണ് ഈ മൈൻഡ് വർക്ക് ചെയ്യുന്നതെന്നാണ് ഞാൻ ഇത് നോക്കാൻ പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഇത് വർക്ക് ചെയ്തിട്ട് ഒരു ഡ്രാമ എല്ലാം ക്രിയേറ്റ് ചെയ്ത് അതിനൊരു സന്തോഷമുണ്ട്. അതുകൊണ്ടാണ്. തീരെ സന്തോഷക്കേടൊന്നുമില്ല ഈ വർക്കിൽ. ഈ വർക്കിൽ കുറച്ച് സന്തോഷങ്ങൾ ഇടയ്ക്കിടയ്ക്കുണ്ട്. ആ സന്തോഷങ്ങളിലൊക്കെ അങ്ങനെ സുഖമായിട്ട് അങ്ങനെ നിൽക്കുക. അപ്പോൾ അവിടെ നിന്നാൽ മതിയോ, അതോ കുറച്ചുകൂടെയൊക്കെ സ്നേഹമൊക്കെ വേണോ? സ്നേഹമൊക്കെ അകത്തുണ്ട്. അത് ഈ പറയുന്ന ഇങ്ങനെ എന്താണ് ഈ എല്ലാം ഇങ്ങനെ എൻവലപ്ഡായിട്ട് അതിനകത്തിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് പുറത്തേക്ക് പ്രകാശിക്കാൻ നിവൃത്തിയില്ലാതെ വിമിഷ്ടപ്പെട്ട് അകത്തിരിക്കുകയാണ് ഈ സ്നേഹം. അപ്പം ആദ്യം ഇതൊന്ന് അൺവെയിൽ ചെയ്ത് കൊടുത്താൽ ഇതെല്ലാം ഇങ്ങനെ വെളിയിൽ വരും. അപ്പോൾ ആളുകൾ ഒരു കാര്യം പറയും കേട്ടോ, ഉറപ്പാണ് വട്ടായി, അവന് വട്ടായി. ഇങ്ങനെ പോണ വഴിക്ക് പുറകിൽ കൈയൊക്കെ കെട്ടിയിട്ട് അവിടെ ഒരു കോഴി ഇങ്ങനെ നിൽക്കുക. ആ കോഴിയെ കണ്ടുകൊണ്ട് നിൽക്കുക. അതെന്തോ പ്രത്യേകത കോഴിക്ക്. സാധാരണ കണ്ട കോഴികളിൽ നിന്ന് വ്യത്യസ്തമായി ആ കോഴി മൂവ് ചെയ്യുന്നത് കൊണ്ട് അവിടെ നിന്ന് പോകാൻ പറ്റാതെ ഇയാൾ നിൽക്കുക. കോഴിയെ കണ്ട് കോഴിയായി മാറുക. വട്ടെന്നല്ലേ പറയാൻ പറ്റും. അങ്ങനെ എന്ത് കണ്ടാലും അതിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു മുഹൂർത്തത്തിൽ അങ്ങ് ജീവിക്കാൻ തുടങ്ങുക. ഏത് കാര്യം കണ്ടാലും അതിനകത്ത് അങ്ങോട്ട് ലയിച്ചിട്ട് എല്ലാം മറന്നു പോവുകയാണ്. നമ്മുടെ ഈ പ്രാരബ്ധം, ബുദ്ധിമുട്ടുകൾ എല്ലാം അങ്ങ് മറന്ന് സമാധാനമായിട്ടിരിക്കുക. ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ട്. ഈ പോസിബിലിറ്റിയെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ യോഗ എന്ന കോണ്ടെക്സ്റ്റ്. അത് ചിലപ്പോൾ ഗുണം ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ശ്രമിച്ചാൽ കിട്ടത്തില്ല, ശ്രമിച്ചാൽ പറ്റത്തില്ല. 1/2 മണിക്കൂർ ഇത് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെ, നിങ്ങളൊക്കെ ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം. എങ്കിലും 1/2 മണിക്കൂർ ഞാൻ ഇത് എടുത്തിട്ട് ഇനി ബാക്കി കാര്യമുള്ളതെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് അകത്തോട്ട് നോക്കിയിട്ട് അങ്ങോട്ട് ഇരിക്കുകയാണ്. ശപഥം ചെയ്തിരിക്കുകയാണ്, ഇത് എടുത്തില്ലെങ്കിൽ പറ്റത്തില്ല. 5-6 ദിവസം കഴിയുമ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ പറ്റില്ല എന്നാവും. അല്ലെങ്കിൽ ഇത് ചെയ്യത്തില്ല. വലിയ സ്ഥലങ്ങളിൽ പോയി പഠിച്ചിട്ട് വരും, ഒന്നും ചെയ്യത്തില്ല. നല്ലതല്ലേ? പിന്നെ നമ്മളെ ലിസ്റ്റിൽ നമുക്ക് ആരെയും ബയോഡേറ്റില്ല. അവിടെ സദ്ഗുരുവിൻ്റെ അവിടെ പോയി, മറ്റേ ആളവിടെ പോയി, ഇവിടെ പോയി. അങ്ങനെ ഞാൻ ആരാണെന്ന് വിചാരിച്ച് എല്ലായിടത്തും പോയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടാണ് ഒന്നിപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ചതിവ്, സ്വയം ചതിവ് എന്ന് പറയുന്ന ഒരു കാര്യം ഇങ്ങനെ ശീലിച്ചു പോയി മനുഷ്യൻ. എന്തെങ്കിലും അവരവരിയ്ക്കുന്ന മാളങ്ങളിൽ ഇരുന്ന് അതൊട്ട് നോക്കി ഈ സമാധാനം ഇരിക്കുന്ന ഒരു സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അവിടെ തൊട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ ഈ സമാധാനം എക്സ്പാൻഡായി വരികയും അതിൽ നിന്ന് പുതിയ അനുഭൂതികൾ ഉണ്ടാവുകയും ചെയ്യും. ആ പുതിയ അനുഭൂതി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എല്ലാത്തിനും പ്രേമം തോന്നിക്കുന്ന ഒരു സ്ഥലം വരുന്നു. എല്ലാത്തിനോടും ഇടയ്ക്കിടയ്ക്ക് കൊച്ചു ബോംബുകൾ പൊട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ അത് കഴിഞ്ഞ ഉടനെ അതിൻ്റെ ഗ്യാപ്പിലൂടെ അവിടെ ചെന്നിരിക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഒരു പോസിബിലിറ്റി. ആ പോസിബിലിറ്റി എല്ലാവരും നോക്കണം. നോക്കി അറ്റംപ്റ്റ് ചെയ്യുക മാത്രമല്ല, അത് ചെയ്യണം.
അത് നടക്കുമ്പോൾ നമുക്ക് ഇത് പിരിച്ചുവിടാം. ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പറ്റില്ല. അതുകൊണ്ട് പറ്റില്ല എന്ന് ഉള്ളൊരവസ്ഥയിലെത്തണം. അതുകൊണ്ടാണ് നോക്കണം എന്ന് പറയുന്നത്. നോക്കുമ്പോൾ സഹിക്കാൻ പറ്റില്ല, നോക്കിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് സഹിക്കാൻ വയ്യാതെ ആക്കണം. നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾ സൃഷ്ടിക്കണം. അത് സൃഷ്ടിക്കുന്നത് എങ്ങനെ? അകത്തോട്ട് നോക്കുമ്പോൾ കാണാം അവിടെ ഭയങ്കരമായ കുഴപ്പമാണ്. ആ കുഴപ്പത്തിനകത്ത് ഇങ്ങനെ കണ്ട് കണ്ട് വിങ്ങി ഒരു രക്ഷയില്ലാതെ വരുമ്പോൾ അത് ഡ്രോപ്പാവും. അപ്പോൾ അങ്ങനെയേ ഉള്ളൂ. അതല്ലെങ്കിൽ വേറെ മാർഗമൊന്നുമില്ല. പിന്നെ അവോയ്ഡ് ചെയ്യാൻ, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ടൂളൊക്കെ കളിപ്പാട്ടം പിള്ളേർക്ക് കൊടുക്കുമ്പോൾ ഒരു മന്ത്രം എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ, കിട്ടിയത് അവിടെ നിന്നാണ് കേട്ടോ. ഹിമാലയത്തിൽ നിന്ന് കിട്ടിയ മന്ത്രമാണ് എൻ്റെ ഭഗവാൻ. എന്തുമാത്രം കഷ്ടപ്പെട്ട ആ ഗോമുഖിൽ കൂടെയൊക്കെ ഞാൻ പോയ പോക്കെ. ഭയങ്കരമായ ലാൻഡ് സ്ലൈഡൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടി ഇങ്ങനെ ലാൻഡ് സ്ലൈഡൊക്കെ താണ്ടി അങ്ങനെ ചെന്നു. അങ്ങനെ ചെല്ലുന്ന ആ സ്ഥലത്ത് ഗോമുഖി സ്വാമി കണ്ടു. ആ അനുഗ്രഹത്തിൽ ഞാൻ ഇങ്ങനെ ജീവിക്കുകയാണ്. ഈ കണ്ട അകത്തോട്ടിങ്ങനെ നോക്കിയാൽ ഉടനെ ക്ഷിപ്രസാധ്യമായി കിട്ടുന്ന സാധനം ഞാൻ അവിടെ പോയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് കോൺഫിഡൻസ് തരും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഡെഫിനറ്റ്ലി കോൺഫിഡൻസ് നമുക്ക് തരും. മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അത് പൂർണ്ണമായ കോൺഫിഡൻസ് നമുക്ക് തരികയും ആ കോൺഫിഡൻസിൽ പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും നമുക്ക് ഭാഗ്യം കൊണ്ടോ നമ്മളോടുള്ള എന്തോ അല്ലെങ്കിൽ പ്രകൃതിയോടുള്ള സ്നേഹം കൊണ്ടോ ഒക്കെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് തന്നാൽ ഈ സാധനത്തിനെ നമ്മൾ പരിശ്രമിച്ചാൽ പോരാ, ഇത് എടുത്തിട്ടേ അടങ്ങുള്ളൂ എന്നാണ് തീരുമാനിക്കുന്നത്. അതെ, വലിയൊരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് നീക്കാൻ പറ്റുമോ ആ സമയത്ത് വളരെ പെട്ടെന്ന് നമുക്ക് ഈ സമാധാനം വരും. ഈ സമാധാനം വരത്തില്ല. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഈ മനസ്സിങ്ങനെ എടുക്കുകയല്ലേ കാര്യങ്ങൾ. എന്തുമാത്രം പ്രവർത്തനങ്ങൾ ഈ മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ന്യായീകരണം എന്തുമാത്രം നടത്തിക്കൊണ്ടിരിക്കുന്നു മൈൻഡ്. ഒരാക്ഷൻ ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കാൻ എത്ര കാലം നമ്മൾ പാടുപെടുക അല്ലേ? അവിടുന്ന് ഇവിടുന്ന് ഒക്കെ തപ്പിയെടുത്ത് ന്യായീകരിക്കുക. അപ്പോൾ ഈ പോസിബിലിറ്റി ഒക്കെ മൈൻഡിലുണ്ട്. അതുകൊണ്ട് ഇത് ഡെയിലി കുറച്ച് നേരം നമുക്ക് ഇത് ഇൻറ്റൻസീവായിട്ട് നോക്കുന്ന കാര്യം പ്രാക്ടീസ് ചെയ്താൽ ഡെഫിനറ്റായിട്ട് സമാധാനം നമ്മുടേതാണ്. അകത്തുണ്ട്, അതെനിക്ക് അനുഭവത്തിൽ വരും. അത് അനുഭവത്തിൽ വരുമ്പോൾ ലൈഫിന് ഒരു സെലിബ്രേഷൻ്റെ ഒരു ഛായ വേണം. പ്രത്യേകിച്ചൊന്നും കണ്ടിട്ടില്ല. ആഹാരമൊന്നും ചിലപ്പോൾ കഴിക്കാൻ കിട്ടിക്കാണില്ല, പക്ഷെ സെലിബ്രേഷൻ. അപ്പോൾ നാട്ടുകാരൊക്കെ പറയുന്നതിന് വട്ടായി, ആഹാരം പോലും കഴിക്കില്ല, ജോലി ചെയ്യാനും പോകത്തില്ല, ഇങ്ങനെയൊക്കെ കിടക്കുക, തലയ്ക്ക് അസുഖമായിരിക്കും എന്ന് അവർക്ക് മനസ്സിലാവും. നമുക്ക് അവർക്ക് വട്ടാണെന്ന് സിമ്പതിയോടുകൂടി തോന്നിച്ചുകൊണ്ട് ബേസിക്കായിട്ട് നമുക്കൊരു സിമ്പതിയും കൂടെ തോന്നി, സ്നേഹം അങ്ങനെയൊക്കെ തോന്നിക്കുകയില്ല. അങ്ങനെ തോന്നിക്കുമ്പോഴാണ് ഇവർ വന്ന് ഒരു അടി അടിക്കുകയോ മറ്റേ ചെള്ളം കാണിച്ചു കൊടുക്കും. ഒന്നുകൂടെ അടിച്ചിട്ട് പോയാൽ നിനക്കൊരു സമാധാനം ഉണ്ടെങ്കിൽ അത്ര ആയിക്കോട്ടെ. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ജീവിച്ചിരുന്നു എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് വർക്കൗട്ട് ചെയ്യാമെന്നല്ലാതെ വേറെ ഒരു മാർഗ്ഗം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കൺക്ലൂഷന് മുമ്പായിട്ട് പറയാൻ പറ്റുന്നത് 5 മിനിറ്റ് കൂടെ ഉണ്ട്. പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് ഒരു 5-10 മിനിറ്റ് ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് എത്ര ബിസിയാണെങ്കിലും നിങ്ങളൊരു ശകല സമയം കണ്ടുപിടിച്ചിട്ട് ഡീപ്പായിട്ട് മനസ്സിലോട്ട് നോക്കണം. നോക്കിയിട്ട് മനസ്സ് നടക്കുന്നത് എന്താണെന്ന് കാണണം. അത് അനലൈസ് ചെയ്യാൻ പോകരുത്. ഇതാണ് എൻ്റെ കീ. നിങ്ങൾ അനലൈസ് ചെയ്ത് പോയാൽ ഒരു എൻഡില്ല, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ജസ്റ്റിഫൈ ചെയ്യാൻ പോകരുത്, ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കും. ഈ കാഴ്ചയാണ് നമുക്ക് പ്രയാസം.
വന്ന ഉടനെ ജസ്റ്റിഫിക്കേഷൻ വരും, അനാലിസിസ് വരും, സിന്തസിസ് വരും, നോളജ് ഫോർമുലേഷൻ വരും, കോൺസെപ്റ്റ് ഉണ്ടാക്കും, ഞാൻ ഒരാളാണെന്ന് തോന്നിക്കും, ആ ആളായിട്ട് പിടിച്ചെങ്ങിരിക്കും, ആരെങ്കിലും ഒന്ന് ചലഞ്ച് ചെയ്യും, പിന്നെ അവനെ കൊന്നേ പറ്റുള്ളൂ എന്നും നിയമമുണ്ടല്ലോ, ബുദ്ധിമുട്ടല്ലേ, ഇങ്ങനെ പോവും. അതുകൊണ്ട് ഇരിക്കണം, സമയം കണ്ടുപിടിക്കുക, ഇരിക്കുക, ഇരുന്നിട്ട് നോക്കണം. ഒന്നും പ്രയാസമുള്ളതല്ല, മനസ്സിലോട്ട് നോക്കുക, തോട്ട് കാണും, തോട്ടിൻ്റെ ഇടയ്ക്ക് വല്ലതും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് കാണും, ആ ഗ്യാപ്പ് കണ്ടുകൊണ്ട് കുറച്ച് നേരം ഇരിക്കുക, അവിടെ അത് കണ്ടിരിക്കുമ്പോഴത്തേക്കും സൈലൻസ് വരും. ആ സൈലൻസിനകത്തുനിന്ന് പിന്നെ പലതും നമുക്ക് അനുഭവത്തിലേക്ക് വരും. അതുകൊണ്ടൊരു കൊച്ചു കാര്യമാണ്, ഇങ്ങനെ ഇരിക്കുന്നതിനെയാണ് നമുക്ക് യോഗം എന്ന് പറയുന്നത്.